യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്ന ഒരുവൻ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ പെട്ട ആരോഗ്യമോ ആണ്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴി കടന്നു പോകുന്നത് നമ്മുടെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മുറികൾക്കിടയിലൂടെയാണ്. അവിടെയൊക്കെ ഏതൊക്കെയോ കോണുകളിലെ കട്ടിലുകളിൽ അർത്ഥപ്രാണനായി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരുണ്ടാകാം. പ്രായാധിക്യത്താൽ രോഗത്താൽ വേദനിക്കുന്നവരുണ്ടാകാം. ചതഞ്ഞ ഞാങ്ങണ പോലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. പുകയുന്ന തിരി പോലെ നിരാശയിൽ കഴിയുന്നവരുണ്ട്. മേടിച്ചു വെച്ച വീഞ്ഞു മുഴുവൻ തീർന്നു പോയ അപമാനത്തിൽ കഴിയുന്നവരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ, ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പുരോഹിതനെയും ലേവാനെയും പോലെ നമ്മുടെ ജോലി തിരക്ക്, ഔദ്യോഗികമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള തിരക്കിൽ അവരെ കണ്ടിട്ടും കാണാതെ, അവരുടെ വേദനകൾ കേട്ടിട്ടും കേൾക്കാതെ ചിലപ്പോൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അയൽക്കാരല്ല. മറിച്ച് സമറിയക്കാരനെ പോലെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല അയൽക്കാരായി മാറുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.